യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആദിയില് എന്ന് വെച്ചാൽ അവ്യക്തത്തില്, സൃഷ്ടിയില്ലാത്ത സമയത്ത് നിർവികൽപ്പമേ ഉള്ളൂ. നിർവികൽപ്പം എന്ന് വെച്ചാൽ ആത്മാ എന്നർത്ഥം. ആത്മാ ഏവ അഗ്ര ആസീത്. പിന്നെ എന്തായി? മായാകൽപ്പിത ദേശകാലകലന വൈചിത്രേ ചിത്രീകൃതം. ഉറങ്ങുമ്പോ ടൈം സ്പേസ് ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഉറങ്ങുമ്പോ ആർക്കും ടൈമേ അറിയില്ല, എവിടെ കിടക്കണമെന്നും അറിയില്ല, കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ല. ടൈം സ്പേസ് കോസേഷൻ ഒന്നുമില്ല. ദേശം കാലം നിമിത്തം. എഴുന്നേക്കുമ്പോ അപ്പ എല്ലാം പൊന്തി വന്നു. ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം. വിചിത്രമായി ചിത്രീകരിക്കപ്പെട്ടു. ഇതം ജഗത്, ഈ ജഗത്ത്. ഇതൊക്കെ ആരാ ചെയ്യണത്? മായാവീവ വിജൃംഭയത്തി. യോഗീവ, ഇന്ദ്രജാലം കാണിക്കുന്ന ആളിങ്ങനെ കാണിച്ച പ്രപഞ്ചം എന്തൊക്കെയോ തോന്നും. പല മജീഷ്യൻസിന്റെയും കാര്യം അതാണ് പറയാം. ഇങ്ങനെ കാണിച്ചാൽ അവരുടെ മുമ്പിൽ എന്തൊക്കെയോ ദേവലോകമൊക്കെ കാണും, ഇന്ദ്രനെയൊക്കെ കാണും. മഹായോഗീവ, വിശ്വാമിത്രൻ ഒരു സെപ്പറേറ്റ് ലോകം ഉണ്ടാക്കിയെന്നാണ്. ത്രിശങ്കുവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോകം ഉണ്ടാക്കി കൊടുത്തു. മായാവീവ വിജൃംഭയതി അഭി മഹായോഗീവ. എങ്ങനെയാ, എന്തിനാ ചെയ്യണേ? സ്വേച്ഛയ. ആരെങ്ങനെ ചെയ്യണു? ഈശ്വരൻ. ഈശ്വരൻ സങ്കല്പമാത്രാത് സങ്കല്പേണ വിശ്വം സസർജ പരമേശ്വര. ഈശ്വരന്റെ സങ്കല്പശക്തി അങ്ങനെ പൊന്തി വരണു പ്രപഞ്ചം മുഴുവനും. ഈ ഓരോ വ്യക്തി ത്രിപുടിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മനസ്സ് ഉദിക്കുമ്പോൾ പ്രപഞ്ചം കാണപ്പെടുന്നു, മനസ്സിലയിക്കുമ്പോൾ പ്രപഞ്ചമില്ല. അത് നമ്മളുടെ ദിവസമുള്ള അനുഭവമാണ്. ഉറങ്ങുമ്പോൾ ലോകവുമില്ല, പ്രശ്നമൊന്നുമില്ല. ഉണർന്നിരിക്കുമ്പോൾ ഓരോരോ കുണ്ടാമണ്ടികള് പൊന്തി വരും. ആദ്യത്തെ കുഴപ്പമാണ് ഞാൻ എന്ന് പൊന്തി വരും. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിന്റെ വൈഷമ്യങ്ങളും ഒക്കെ പൊന്തി വന്നു. വീണ്ടും അങ്ങോട്ട് ലയിച്ചപ്പോ എല്ലാം പോയി, ഞാനും പോയി. ദിവസം നമ്മൾ തന്നെ ജനിക്കുന്നതും നമ്മൾ തന്നെ ഇല്ലാതാവണതും ഒരു ദർശനം, സാക്ഷാത്കാരമാണ് ഡീപ് സ്ലീപ്പ്. അവിടെ പ്രപഞ്ചമില്ലാതാവണു. എല്ലാത്തിനെയും കബളിത ഘനവിശ്വരൂപ, വിശ്വത്തിനെ മെഴുങ്ങണമെന്നൊക്കെ പറഞ്ഞല്ലോ. അത് സമാധിയില് ജാഗ്രത് വേക്കിംഗ് സ്റ്റേറ്റിൽ കോൺഷ്യസ് ആയിട്ട് അനുഭവിച്ചു ശിഷ്യൻ. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ദിവസം അനുഭവിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോ പ്രപഞ്ചത്തിനെ വിഴുങ്ങിക്കളഞ്ഞു, നമ്മളുടെ ശരീരത്തിനെ വിഴുങ്ങിക്കളഞ്ഞു, നമ്മളുടെ മനസ്സിനെ വിഴുങ്ങിക്കളഞ്ഞു, എന്നെ തന്നെ അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ പോലും ഇല്ല. പിന്നെ എന്തുണ്ടായിരുന്നു? ഏതോ ഒന്ന് നിർവികൽപ്പം. പിന്നെയും എഴുന്നേക്കുമ്പോ ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെ പൊന്തി വരണു? മായാ കൽപ്പിത ദേശകാല കലന ടൈം സ്പേസ് ഒക്കെ എവിടുന്ന് വന്നു? പ്രകൃതി. മായ, മായ എന്ന് പറഞ്ഞാൽ ഇതാണ്, ടൈം സ്പേസ് ആണ്. കാലാദി മൃദു നൂലാല നെയ്യുമൊരു ലീലാപട്ടം ഭവതി മെയ് എന്നല്ല പറഞ്ഞല്ലോ. കാലം ദേശം ഒക്കെ ആ മായയില് ഓരോരോ തലങ്ങും വിലങ്ങുമുള്ള നൂലാണ്. അതൊക്കെ കൂടെ പൊന്തി വന്നു. വിജൃംഭണം. വിവേകചൂടാമണിയിൽ ഇതേ വാക്ക്
വ്യക്തിനിഷ്ഠമായിട്ട് ആചാര്യസ്വാമി ഉപയോഗിക്കണം. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത. വേദാന്തം പറയണത് എല്ലാ ദുഃഖത്തിനും മൂല കാരണം അവിദ്യയാണെന്നാണ്. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് വേറെയൊരു പേരാണ് അവിദ്യ. മൈൻഡ് ഈസ് അനദർ നെയിം ഫോർ ഇഗ്നറൻസ്. ഇഗ്നറൻസ് ഈസ് അനദർ നെയിം ഫോർ മൈൻഡ്. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത. മനോഹി അവിദ്യ. മനസ്സ് തന്നെയാണ് അവിദ്യ. ഭവബന്ധഹേതു. എല്ലാ ബന്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്തിനേക്കോ ആളുകൾ ഓപ്പറേഷൻ ചെയ്ത് കളയണു. ഇതിനെ വല്ല ഓപ്പറേഷൻ ചെയ്ത് കളയാൻ വല്ല വഴിയുണ്ടോന്ന്. അനിർവചനീയ ശക്തി ഭവബന്ധഹേതു. തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭതി. അത് പോകുമ്പോ ഒക്കെ പോയി. ഇന്നലെ പറഞ്ഞില്ലേ, ചിന്നാഭിയിൽ ത്രിപുടി അന്നാണ് അറുംപടി കലർന്നാറിടുന്നു ജനനി. ഓരോ വ്യക്തിയും അവനവന്റെ മനസ്സ് സ്വരൂപത്തിൽ അടങ്ങുമ്പോ ആ വ്യക്തിക്ക് സർഗം പോയി. ഇതൊരു ഭൗതിക ബുദ്ധി വെച്ചുകൊണ്ട് ചോദിക്കുന്നവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ഇഹൈവ തൈർജിത സർഗ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിതേ സ്ഥിതാഹ. ഇവിടെ തന്നെ എന്നുവെച്ചാൽ ശരീരത്തിലിരിക്കുമ്പോൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവര് സംസാരത്തിനെ, സർഗത്തിനെ, സൃഷ്ടിയെ തരണം ചെയ്തിരിക്കണു. ആരുടെ മനസ്സ് ഹൃദയത്തിൽ നിശ്ചലമായിട്ടിരിക്കുന്നുവോ അവര് സൃഷ്ടിയെ തരണം ചെയ്തിരിക്കുന്നു. അവിടെ ദോഷം, ഗുണം ഒക്കെ തരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യക്തിയായി ഈ നിർവികൽപ്പമായ ജ്ഞാനത്തിനെ നേടിയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചമില്ല. സെക്കൻഡ് വേൾഡ് വാർ നടക്കുമ്പോഴൊക്കെ ഭഗവാന്റെ അടുത്ത് ചെന്ന് പലരും പറയും, ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് നടക്കും? എന്ത് കാര്യം? ഭഗവാൻ പറഞ്ഞു, എവിടെ യുദ്ധം നടക്കണു? ലോകം എവിടെയാ ഉള്ളത്? ഭഗവാന്റെ സ്റ്റേറ്റിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ചിലർക്കൊക്കെ സമ്മതിക്കാൻ പറ്റും. പക്ഷെ പൊതുവെ ഒരാളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോ കാര്യം നടക്കുമോ എന്ന് ചോദിക്കും നമ്മൾ, അല്ലേ? ലോകം എവിടെയാ ഉള്ളത്? യുദ്ധം എവിടെ? ഒരു സിമ്പിൾ കാര്യം, യുദ്ധം നടക്കുന്നത് പേപ്പർ ഉള്ളതുകൊണ്ട്, ഫോൺ ഉള്ളതുകൊണ്ട്, റേഡിയോ ഉള്ളതുകൊണ്ട് അറിഞ്ഞു. ഇതൊന്നും ഇല്ലാന്ന് വെച്ചോളൂ. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തില് ജർമ്മനിയിൽ യുദ്ധം നടക്കണു. പാലക്കാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും? റേഡിയോയിൽ അറിഞ്ഞിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ പോണില്ല. ഐദർ നിങ്ങൾ അവിടെ പോയി യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി സമാധാനം പറയണം, ശാന്തി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? മിണ്ടാതെ ഇവിടെ ധ്യാനനിഷ്ഠമായിട്ടിരുന്നാൽ എന്ത് സമാധാനം കിട്ടണോ അതവിടെ കിട്ടിക്കോളും. ഇന്ന് തന്നെ കാശി മാമ പറഞ്ഞു, നേപ്പാളില് ഭൂകമ്പം ഉണ്ടായിട്ട് ഒരുപാട് പേര് മരിച്ചിരിക്കുന്നു. ശരി, ഭൂകമ്പം ആരുണ്ടാക്കി? സംഹാരമൂർത്തിയായ ഭഗവാൻ എന്തോ ചെയ്യണം. നമ്മൾക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. നമ്മളിവിടെ ധ്യാനനിഷ്ഠരായി, സ്വധർമ്മനിഷ്ഠരായി, അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യണ്ട. ഈ സത്സംഗം തന്നെ പ്രയോജനമാണ്. ഈ ശാന്തി തന്നെ പ്രയോജനമാണ്. വേറെ ഒരാളെ എങ്ങനെ ശാന്തമാക്കാൻ പറ്റും? നമ്മൾ സമാധാനമായിട്ടിരുന്നാ നമ്മൾ അടുത്ത് വരുമ്പോ, സീത രാമനെ പിരിഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ, കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ സീതയ്ക്ക് പെട്ടെന്ന് ആ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ മനസ്സ് പ്രശാന്തമായി. ഏതി ജീവന്തം ആനന്ദോ നരം വർഷശതാദപി. ആ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന സീതയ്ക്ക്, രാമനെ പിരിഞ്ഞ് വിരഹത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീത പെട്ടെന്ന് ശാന്തമായി. എന്താ നോക്കുമ്പോ മുകളില് ഹനുമാൻ ഇരിക്കണം.
ആഞ്ജനേയസ്വാമി മുകളിലിരിക്കുന്നു. ആ സന്നിധി ശാന്തി ഉണ്ടാക്കിയെന്നാണ്, സമാധാനം ഉണ്ടാക്കി. അശാന്തമായ മനസ്സ് സ്വയം തന്നെയും പ്രക്ഷുബ്ധമാക്കും, മറ്റുള്ളവരെയും പ്രക്ഷുബ്ധമാക്കും. ശാന്തമായ മനസ്സ് തനിക്ക് ശാന്തിയാണ്, എല്ലാവർക്കും ശാന്തിയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഏറ്റവും മംഗളമായിട്ടുള്ള കാര്യം, ഈ സൃഷ്ടി അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ ചെയ്യും? നീ സത്യം അറിഞ്ഞാൽ നിനക്ക് സൃഷ്ടിയില്ല, ആത്മാവേ ഉള്ളൂ. ഇതാണ് ഭാഗവതമൊക്കെ. നമ്മൾ ഈ സൃഷ്ടി ഉണ്ടെന്നും ലോകമുണ്ടെന്നും കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പുറപ്പെട്ടാലും കുഴപ്പമാവും. ഒക്കെ വിപരീതമാണ് ഈ വേദാന്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. പലരും പറയണത് വേദാന്തം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥം, തനിക്ക് മാത്രം. സ്വാർത്ഥത്തിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ സ്വാർത്ഥം വേണ്ട വിധത്തിൽ സാധിച്ചാൽ ലോകത്തിന് മുഴുവൻ മംഗളാവും, ശാന്താവും. സ്വാർത്ഥം ഇല്ലാതായി എന്നൊക്കെ നടിക്കുകയാണ് പലരും. ലോകം നന്നാക്കാൻ പുറപ്പെട്ട് വെളുപ്പിച്ച് കൊണ്ടുവന്ന് എത്തിയിരിക്കുന്ന സ്ഥിതിയാണിപ്പോ. ഈ റീഫോമേഴ്സിന്റെ ഡിസ്റ്റർബൻസ് കാരണമാണ് ഇപ്പൊ സമാധാനക്കേട്. ലോകം ഇപ്പൊ ഈശ്വരന് നമ്മളുടെ സഹായമൊന്നും വേണ്ട, നമ്മള് അറിയേണ്ടത് അറിഞ്ഞ് വந்த വേലയെ പാറുപോയി. നീ വந்த വേലയെ പാറു, നീ സമാധാനമായിട്ടിരിക്കൂ, ലോകം മുഴുവൻ ശാന്തമായിട്ട്. നീ വാസ്തവമായ ശാന്തി ഹൃദയത്തിൽ വന്നാൽ എല്ലാ സ്ഥലത്തും സമാധാനം ഉണ്ടാവും. ഒരാളുടെ അജ്ഞാനം നീങ്ങിയാൽ, സ്വയം താൻ തന്നെ അറിഞ്ഞാൽ, തന്റെ സ്വരൂപത്തിൽ നിഷ്ഠനായാൽ, അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. അങ്ങനെ താൻ സ്വയം ചിത്താണ്, ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല, താൻ ആത്മാവാണെന്ന് ദേഹാത്മജ്ഞാനവത് ജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം ആത്മന്യേവ ഭവേദ്യസ്യ സന്നേച്ഛന്നപി മുച്യത്തെ എന്നൊരു ശ്ലോകം വായിച്ചു. ആ ശ്ലോക അർത്ഥം എന്താന്ന് വെച്ചാൽ ദേഹാത്മജ്ഞാനവത്. ഇപ്പൊ നമ്മൾ ദേഹമാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ആരും പറഞ്ഞു തരുമൊന്നും വേണ്ട, അത്ര സ്വാഭാവികമായിട്ടിരിക്കുക നമുക്ക്. അത്രയും സ്വാഭാവികമായിട്ട് ആത്മനിയേവ ഭവേദ്യസ്യ, ഞാൻ ആത്മാവാണ്, ആത്മാവിലവന്റെ സ്വരൂപത്തിൽ അവന്റെ നിഷ്ഠ ഉണ്ടാവുകയാണ് സഹജമായി. ഭഗവാൻ അങ്ങനെയാണല്ലോ ഇരുന്നത് 54 വർഷം 24 മണിക്കൂർ. ഒരു സ്പെഷ്യൽ നിഷ്ഠയോ ഒന്നുമില്ല, ഒരു ധ്യാനമോ അനുഷ്ഠാനമോ ഒന്നുമില്ല. 24 മണിക്കൂറും എപ്പോഴും ഭഗവാൻ ബ്രഹ്മമായിട്ട് തന്നെ ഇരുന്നു. നിർവികൽപ്പ സമാധിനിഷ്ഠനായിട്ട് തന്നെ ഇരുന്നു, സഹജ നിർവികൽപ്പസ്ഥിതനായിട്ട് തന്നെ ഇരുന്നു. മഹർഷി ഈ സമയത്തിൽ സമാധിയിലിരിക്കണു, ഇപ്പോ ഉണർന്നിരിക്കണു, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഒന്നും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. അദ്ഭുതമായ ഒരു 54 വർഷം ഒരു ദർശനം. ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് ഭഗവാനായിരുന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. എന്താ ഈ ശ്ലോകത്തിന് എന്താ അർത്ഥം ചോദിച്ചാൽ ഭഗവാനാണ് അർത്ഥം. ദേഹാത്മജ്ഞാനവത്ത് ജ്ഞാനം. അജ്ഞാനികളെ എത്ര സ്വാഭാവികമായിട്ട് ശരീരമാണെന്നുള്ളതുണ്ടോ അതുപോലെ അത്ര സ്വാഭാവികമായിട്ട് എപ്പോഴും താൻ ആത്മാവാണെന്നുള്ളത് ഒരു ക്ഷണനേരത്തേക്കും വിച്ഛിത്തിയില്ലാതാവുമ്പോ സനകാദികളെക്കുറിച്ച് അത് പറയും. അതുകൊണ്ടാണ് ഭഗവാനെ സനത്കുമാരൻ എന്ന് വിളിച്ചത് കാവ്യകണ്ഠ ഗണപതി മുനി. സനകാദികളെക്കുറിച്ച് പറയുമ്പോൾ പറയും, ക്ഷണാർദ്ധമപി ന തിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിനാ യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യാഹ സനകാദ്യാഹ ശുകാദയ. ക്ഷണാർദ്ധമപി ന തിഷ്ഠന്തി, ഒരു മൊമെന്റ് പോലും ബ്രഹ്മമയീം വൃത്യം വിനാ ന തിഷ്ഠന്തി. താൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവത്തിനൊരു ഒരു മുറിവില്ലാതാണ്. ആർക്ക്? ബ്രഹ്മാദ്യാഹ, ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവതകളും സനകാദ്യാഹ, സനകാദി ദേവഋഷികളും
ശുകാദി മനുഷ്യ ഋഷികളും ഇവരൊക്കെ ആ നിലയിലായിരുന്നു എന്നാണ്. ബ്രഹ്മാദി ദേവതകളും സനകാദി ദേവഋഷികളും ശുകാദി മനുഷ്യ ബ്രഹ്മഋഷികളും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു ക്ഷണനേരം പോലും വിച്ഛിത്തിയില്ലാതെ ബ്രഹ്മനിഷ്ഠരായിരുന്ന് കാണിച്ചവരാണ്. അതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ഇരിക്കുകയായിരുന്നു ഭഗവാൻ രമണ ഭഗവാൻ. ഒരു ക്ഷണനേരത്തേക്ക് പോലും പോക്ക് വരവ് വിച്ഛിത്തി ഒന്നുമില്ല. സദാ താൻ അതാണ്, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ. വാസ്തവത്തില് വേദാന്തം ഇതിനെ വളരെ സിമ്പിളായിട്ടാണ് പറയണത്. നമ്മൾ എപ്പോഴും അതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അതായിട്ട് ആവേണ്ട ആവശ്യമില്ല. ചിലർക്ക് കിറുക്ക് പിടിച്ചാൽ ചില പേഴ്സണാലിറ്റി താൻ അതാണെന്ന് തോന്നും, ആരെയോ താനാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ കുറച്ച് ലിമിറ്റ് കടന്നുപോയാൽ സദാ അതായിട്ട് മാറിക്കളയും. അതൊക്കെ ഭാവനാത്മകമാണ് അല്ലേ? അത് വാസ്തവമല്ലല്ലോ, വെറും ഭാവനയല്ലേ. പക്ഷെ ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് ഭാവനയല്ല, അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ്, നമ്മളുടെ സത്തയാണ്, നമ്മളുടെ സ്വരൂപമാണ്. അത് നമ്മൾ വാസ്തവത്തിൽ ആയിത്തീരുമൊന്നും വേണ്ട. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ഗുരുമുഖത്തിൽ 1 to 1 വിചാരം ചെയ്തു അജ്ഞാനത്തിനെ അങ്ങോട്ട് നീക്കം ചെയ്തിട്ട് നോക്കുമ്പോ നമ്മളുടെ ഇരുപ്പുണ്ടല്ലോ, ആ ഇരുപ്പ് തന്നെ സദാ അതാണ്. നമ്മളുടെ എക്സിസ്റ്റൻസ്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ജീവനൊന്നുമല്ല, അത് ബ്രഹ്മം തന്നെയാണ്. അത് സദാ സമാധിയിലാണ് ഇരിക്കുന്നത്. അതിന്റെ സ്വരൂപം തന്നെ സമാധിയാണ്. അതറിഞ്ഞാൽ, അതിലെ ഒരു ശ്രദ്ധ അതിലേക്ക് പതിഞ്ഞാൽ ഒരിക്കലും പിന്നെ അത് വിട്ടുമാറിപ്പോവാൻ പറ്റില്ല. ബോധജന്യ സ്മൃതി. ഇപ്പൊ പുറത്തുനിന്നൊരു വസ്തുവാണെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ മറന്നുപോകും. ഒന്ന് ഓർത്തു കഴിഞ്ഞാലും പിന്നെയും മറന്നിട്ടില്ലെങ്കിലും പ്രകൃതിയിൽ ലയിക്കും. ഇപ്പോ ഒരു ഈ വാച്ച് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിവെച്ചു, ഞാൻ മറന്നുപോയി, എവിടെയാ വെച്ചതെന്ന് മറന്നുപോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓർത്തെടുത്തു, ആ വാച്ച് ഇവിടെ ഉണ്ട്, അത് എടുത്തിവിടെ വെച്ചു. വീണ്ടെടുത്ത് ഇവിടെ വെച്ചു. വെച്ചതോടുകൂടെ എന്താ പ്രയോജനം? സമയം എത്രയായി നോക്കി, സമയം 7 മണിയായി വെച്ചു. ആ സമയം നോക്കിയതോടുകൂടെ അത് വീണ്ടെടുത്തതിന്റെ പ്രയോജനം കഴിഞ്ഞു, ആ ചിത്തവൃത്തിയും അവസാനിച്ചു. ഇതാണ് സാധാരണമായിട്ടുള്ള ഒരു സ്മൃതി എന്ന് പറയുന്നത്. ആ സ്മൃതി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഓർമ്മയിൽ പിന്നെ വാച്ചുമില്ല, സമയം നോക്കലുമില്ല, സമയത്തിനെ കുറിച്ചുള്ള വിചാരവുമില്ല, ഒന്നുമില്ല, പോയി. പക്ഷെ ഈ ആത്മവിചാരം എന്ന് പറയുന്നത് ഓർത്തെടുക്കുക തന്നെയാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്. ഓർത്തെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോ വാസ്തവമായിട്ട് അതിനെ വീണ്ടെടുത്ത് കഴിയുമ്പോ പരഹാലാഭ. എന്താ ഒരു ലാഭം എന്ന് വെച്ചാൽ പിന്നെ അത് പോണേയില്ല. അൺഇൻറ്ററപ്റ്റഡ് എക്സ്പീരിയൻസ് ആണ്, വിച്ഛിത്തിയില്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ സ്വഭാവം തന്നെ അതാണ്. അതിൽ ദേശമില്ല, കാലമില്ല, അതില് അറിവില്ലായ്മയില്ല, അതിൽ ഇരുളില്ല, അതിൽ ദുഃഖമില്ല, ദുഃഖത്തിന് അതിൽ പ്രവേശമേ ഇല്ല. ദുഃഖത്തിന് പ്രവേശമില്ല എന്ന് എന്താ ദൃഷ്ടാന്തം, എന്താ അതിന് ഓരോ ഉറപ്പ് എന്ന് വെച്ചാൽ സുഷുപ്തി അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ സുഷുപ്തിയിൽ ദുഃഖം കടന്നുണ്ടോ? ജാഗ്രതത്തിലായ എത്ര പ്രശ്നമുണ്ട് നമുക്ക്. സ്വപ്നത്തിലും ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണും. പക്ഷേ സുഷുപ്തിയിൽ മാത്രം ഈ ദുഃഖം എന്ന് പറയുന്ന ആൾക്ക് പ്രവേശനമേ ഇല്ല, ഇതുവരെ കടക്കാൻ പറ്റിയിട്ടില്ല. ആരും ഇതുവരെ ഞാൻ ദുഃഖിച്ചുറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. സ്വപ്നം കാണും. സ്വപ്നമില്ലാത്ത ഉറക്കത്തിലേക്ക് ദുഃഖത്തിന്, മനസ്സിന് പ്രവേശനമില്ല. സുഖം എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ദ്രിയ സുഖത്തിനും പ്രവേശനമില്ല. അവിടെ അദുഃഖം അസുഖം സമം. അപ്പൊ അങ്ങനെ ഒരു സെന്റർ നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ ജാഗ്രതത്തില് ഉണർന്നിരുന്നും കൊണ്ട് സാക്ഷാത്തായിട്ട് തന്റെ അപരോക്ഷമായി, തന്റെ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അകമേക്ക് കാണുന്നു യോഗി. അതാണ് വിശ്വത്തിന് മുഴുവൻ അധിഷ്ഠാനമായിട്ടുള്ള സ്വരൂപം. അതിന് ദക്ഷിണാമൂർത്തി. അത് സഗുണബ്രഹ്മവുമാണ്, നിർഗുണബ്രഹ്മവുമാണ്. ഇതൊക്കെ ആരെയും കുറേയായിട്ട് നമ്മൾ സഗുണബ്രഹ്മം നിർഗുണബ്രഹ്മം എന്നൊക്കെ പറയാണ്. രണ്ടുമാണത്. ഒരു വശത്ത് ഹീസ് ഫുള്ളി എ പേഴ്സൺ,
വേറെ ഒരു വശത്ത് ഹി ഈസ് ദ ഇംപേഴ്സണൽ സെൽഫ്. ശുദ്ധ ചിന്മാത്രമായ ചൈതന്യമാണ്. നിർവിശേഷമായിട്ട് എല്ലാം നിഷേധിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ചൈതന്യം മാത്രമാണ്. നിഷേധം കഴിഞ്ഞ് സ്വീകരിക്കുമ്പോൾ എല്ലാമാണ്. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാരഃ ഋക്സാമയജുരേവ ച ഗതിർഭർത്താ പ്രഭുസാക്ഷി നിവാസശരണം സുഹൃത് പ്രഭവഃ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. എല്ലാമാണ്. ആ ദക്ഷിണാമൂർത്തി ഒരു മായാവിയാണ്, ഇന്ദ്രജാലക്കാരനാണെന്നാണ് ഈ അന്തര്യാമി. വൺസ് യു നോ ദ സെൽഫ്, യു നോ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മജീഷ്യൻ. ആ മജീഷ്യന്റെ പ്രകടനമാണ് ഈ ലോകം മുഴുവൻ. മായാവീവ വിജൃംഭയത്തി, എന്ത് വേണമെങ്കിലും സാധിക്കും. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം അവസാനത്തിൽ ആചാര്യസ്വാമി പറയാൻ പോണത്തെ, വേണമെങ്കിൽ അഷ്ടമഹാസിദ്ധികളും പ്രവർത്തിക്കും, ഈശ്വരത്വം തന്നെ പ്രവർത്തിച്ചേക്കാം. സ്വപ്നത്തിൽ എന്താ സാധിക്കാൻ പാടില്ലാത്തത് അല്ലേ? അപ്പൊ സ്വപ്നം ഉണ്ടാക്കുന്ന ആൾക്ക് സ്വപ്നത്തിന്റെ മേലെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ എന്ത് സ്വപ്നം വേണമെങ്കിൽ ഉണ്ടാക്കാം, എന്ത് സ്വപ്നം വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ ഈ അന്തര്യാമിയായ ദേവത അറിയപ്പെട്ട് കഴിയുമ്പോ ഈ യോഗി അകമേ നിന്ന് കാണുന്നു, ഉള്ളില് ഒരു ടി വിയും വേണ്ട. എത്ര സീരിയലാണ്, എത്ര സിനിമയാണ്, ഈ വിശ്വം മുഴുവൻ അവൻ കാണിക്കുന്ന ഒരു സിനിമയാണ്. പ്രകടമായി കാണിച്ചുകൊണ്ടേയിരിക്കും, പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരിടത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, ഒരിടത്ത് പരിപാലനം കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരിടത്ത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അനുസ്യൂതം സൃഷ്ടി സ്ഥിതി ജന്മാദ്യസ്യ യതഃ അല്ലേ? ജന്മ ആദി അസ്യ യതഃ സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു. ഉണ്ടാക്കണോ നിൽക്കണു നശിപ്പിക്കുന്നു, ഉണ്ടാക്കണോ നിൽക്കണോ നശിപ്പിക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കണം. അനുസ്യൂതം. നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ എത്ര കാര്യങ്ങൾ നടക്കണം അല്ലേ? നമ്മളുടെ വയറ്റില് ഒരു വയറിളക്കം പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ കൂടെ പറയും വെള്ളപ്പൊക്കം വന്നു, സുനാമി വന്നു എന്ന് പറയും, ഭൂകമ്പം വന്നു ഒക്കെ. ഇതൊക്കെ ഈശ്വരന്റെ ശരീരമാണ്. അത് നമുക്ക് അവിടെ ഭൂകമ്പം വന്ന് ഒരുപാട് പേര് മരിച്ചുപോയി, നമുക്കൊരു വശത്ത് വിഷമം തോന്നും. വേറൊരു വശത്ത് നോക്കിയാൽ ആസ്പത്രിയിൽ കിടന്ന് മാസങ്ങളോളം വിഷമിച്ച്, വർഷങ്ങളോളം വിഷമിച്ച് മരിക്കണവരല്ലേ ശോചനീയര്? മരണം എന്തായാലും വരും. പെട്ടെന്ന് മരിക്കണത് നല്ലതോ? അതുകൊണ്ടാണ് ഭാഗവതത്തിൽ വൃത്രൻ പറയുന്നത്, ഒന്നിൽ യുദ്ധത്തിൽ മരിക്കണം അല്ലെങ്കിൽ സമാധിയിൽ മരിക്കണം. എന്താന്ന് വെച്ചാൽ രണ്ടും പെട്ടെന്നാണ്. ഒന്ന് പെയിൻലെസ് ആയിട്ട് അങ്ങനെ യു ഗ്ലൈഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ഡെത്ത്. ഇപ്പൊ ഒരാളെ പ്ലെയിൻ കൊണ്ടുപോയി ഇടിച്ചില്ലേ ഇല്ലേ, ആരും അറിഞ്ഞില്ല. അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഒന്നും അറിഞ്ഞതേ ഇല്ല, ഒക്കെ പോയിട്ട് വളരെ സോഫ്റ്റായിട്ട്. അയാളുടെ ബുദ്ധിയിലേക്ക് ആര് കയറി? സംഹാരമൂർത്തി കയറി. എന്ത് തോന്നും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അയാൾ പെട്ടെന്ന് ആ കോക്ക്പീറ്റിൽ ഇരുന്നപ്പോ വാതിലടച്ചിട്ട് ഉള്ളില് ഇത് ചെയ്തു പോയി. ഇതൊക്കെ ഒരു വ്യക്തി ചെയ്തു നമ്മൾ പറയണം. ഈശ്വരൻ കുറെ കാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മഹാകാരുണ്യമാണ്. സംഹാരവും ഒരു കാരുണ്യമാണ്. ഡാൻസിങ് ദ ഡാൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ. വിവേകാനന്ദ സ്വാമി കാളി ദ മദർ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. വർഷിപ്പ് ദ ടെറിബിൾ, ഓൺലി ബൈ ദാറ്റ് യു ക്യാൻ ട്രാൻസെൻഡ് ദ ടെറിബിൾ. ഈ സംഹാരവും ഈശ്വരന്റെ സ്വരൂപമാണല്ലോ. ആഖ്യാഹിമേ കോഭവാൻ ഉഗ്രരൂപ. കുരുക്ഷേത്ര ഭൂമി മുഴുവൻ കാണിച്ച് കൃഷ്ണൻ പറയണു അർജുനന്റെ അടുത്ത്, ഇതൊക്കെ എന്റെ ശരീരമാണെന്നാണ്, ഇത് മുഴുവൻ സംഹരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഹാരം വലിയ ആശ്വാസം. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം അനുസ്യൂതം നടക്കണതുണ്ടല്ലോ ഒരു മായാവീവ ഇന്ദ്രജാലക്കാരനെ പോലെ. വിജൃംഭയത്തി, പൊക്കിക്കൊണ്ടുവരണു.
മഹായോഗീവ്. ചിലപ്പോൾ ചില യോഗികളും അങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യും, വ്യക്തിഗതമായിട്ട് ചെയ്യും. കൃഷ്ണനെ തന്നെ യോഗേശ്വരൻ എന്നാണല്ലോ പറയണത് അല്ലേ? ആ ദുര്യോധനന്റെ സഭയിൽ കയറിപ്പോയപ്പോ ദുര്യോധനൻ കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ നോക്കുകയാണ്. അപ്പൊ എല്ലാരും കാണാൻ അങ്ങനെ വിശ്വാകാരനായിട്ട് നിന്ന് എന്നിലെല്ലാം ഉണ്ട്, കൺട്രോൾ പോകുന്നു എന്ന് കാണിച്ചു കൊടുത്തു ദുര്യോധനന്റെ അടുത്ത്. ഇനി വിചാരിച്ചിരിക്കാൻ ഞാൻ തനിയാണോ വന്നിരിക്കണം നോക്കണോ, ഇത് മുഴുവൻ കൺട്രോൾ പോകുന്നു. ഒരു കുറച്ചു നേരത്തേക്ക് അല്ലാതെ അസ്ത്രപ്രജ്ഞനായിട്ട് നിന്നു, ഭയന്നുപോയി. കൃഷ്ണൻ നടന്നു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദുര്യോധനന്റെ അടുത്ത് ഭീഷ്മരൊക്കെ പറഞ്ഞു, ഇനിയും നിനക്ക് യുദ്ധം വേണോ, ഇത് കണ്ടില്ലേ? അപ്പൊ ദുര്യോധനൻ, ഇത് വെറും ജപ്പടി വിദ്യയാണെന്ന്, ഇന്ദ്രജാലമാണ്, കൂട്ടാക്കിയില്ലാണ് ദുര്യോധനൻ. മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയസ്വേച്ഛയാം തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ. ഏതൊരു ഈശ്വരൻ ഈ ജഗത്ത് മുഴുവൻ സങ്കല്പമാത്രം കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തി നശിപ്പിക്കുന്നുവോ ആ സൃഷ്ടിശക്തി മുഴുവൻ ആത്മാവില് ബീജരൂപേണ സ്ഥിതി ചെയ്യണം. എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഹൃദയസ്ഥാനത്തില് പ്രപഞ്ചം മുഴുവൻ അടങ്ങിക്കിടക്കണം. വിശ്വം മുഴുവൻ ഓരോരോ ഹൃദയത്തിൽ അടങ്ങിക്കിടക്കണം. എന്റെ ഹൃദയത്തിൽ അടങ്ങിക്കിടക്കണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ ഹൃദയം നിങ്ങളുടെ അല്ല എന്ന് മാത്രം. യു ആർ കോണ്ടാക്ടിങ് ദ ഹാർട്ട് ഇൻ യുവർ സബ്ജക്റ്റീവ് സെൽഫ്, ബട്ട് ദ മൊമെന്റ് യു ടച്ച് ദാറ്റ് സെന്റർ, that center has no circumference. അത് അഖണ്ഡമാണ്, അത് സർവവ്യാപിയാണ്, അത് സർവതത്വം ആണ്. ഈ ശ്രീവിദ്യ സമ്പ്രദായത്തിൽ അവർ പറയും ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം, സർവതത്വം. ഈ സർവതത്വം എന്ന് പറയുന്നത് ഇതാണ്, ഹൃദയമാണ്. അതിന് പരിധിയൊന്നുമില്ല. അതിന് അപരിമിതമായ പൂർണ്ണമായ വസ്തുവാണ്. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അറിയും അതിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിന്ന് ലയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായി മാറും അറിവ് അവിടെ എന്താ അല്ല ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ട്. മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയസ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തില് പറഞ്ഞു. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസായോ ബോധയത്യാശ്രിതാന് യത് സാക്ഷാത് കരണാത് ഭവേന്ന പുനരാവൃത്തിർഭവാംഭോനിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. യസീവ സ്ഫുരണം സദാത്മകം. ആ ദക്ഷിണാമൂർത്തി എവിടെ കാണാൻ പറ്റും എന്ന് വെച്ചാൽ സദാ എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും ആത്മസ്വരൂപമായിട്ട് അഹം അഹം എന്ന് സ്വയം തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരുപ്പ് മാത്രമായി എക്സിസ്റ്റൻസ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അസത്കൽപ്പാർത്ഥകം ഭാസത്തെ എന്നുവെച്ചാൽ സുഷുപ്തി അവസ്ഥയിൽ അസത്തായിട്ട് തോന്നുന്നു. പല ആളുകൾക്കും ഉറക്കത്തിൽ എന്തുണ്ട്, ഒന്നുമില്ല, യാതൊന്നുമില്ല അവിടെ എന്ന് തോന്നുന്നു. പക്ഷെ അവിടെ വാസ്തവത്തിൽ എന്തുണ്ട്? സദാ ആത്മകം. അതാണ് ഇപ്പൊ ദശശ്ലോകിയിൽ നമ്മൾ കണ്ടത്. അവിടെ അനിഷേധ്യമായ സത്തുണ്ട്. ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നിന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്ത്യേകസിദ്ധസ്തദേകോ വസിഷ്ഠ ശിവഃ കേവലോഹം ന സാഖ്യം ന ശൈവം ന തത്പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർമതം വാം
വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന വേദാനയജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താതിശൂന്യാത്മകത്വാത്. അവിടെ ശൂന്യമാണെന്ന് പറയും. പക്ഷേ ശൂന്യം എങ്ങനെ പറയാൻ പറ്റും? അവിടെ ആത്മകത്വാത്, സദാ ആത്മകം, എപ്പോഴും ഉണ്ട് എന്നുള്ള അനുഭവം വളരെ വ്യക്തമാണ്. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറയണതൊക്കെ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ചിലപ്പോ വേറെ ഏതോ ഭാഷയായിട്ട് തോന്നിയേക്കാം. ശ്രവണം പരിചയമില്ലാത്ത ആളുകൾക്ക് തോന്നിയേക്കാം. എന്നാലും കേട്ടോള, ഇതൊക്കെ ഒന്നും വലിയ വിഷമം പിടിച്ച് മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. നമ്മളെക്കുറിച്ചുള്ള കഥയാണ്, നമ്മളുടെ കാര്യമാണ്. ഇല്ല വൈകുണ്ഠം കൈലാസമോ ഒന്നും പോലും പറഞ്ഞില്ല. എല്ലാവർക്കും അവനവനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്, അതിന്റെ സ്ഫുരണവുമുണ്ട്. ശിവൻ സദാ നമ്മളുടെ ഹൃദയത്തില് നമ്മളുടെ പേരായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ പേരെന്താ? എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു പേരേ ഉള്ളൂ, ഞാൻ. ഒരു ഞാനിനെ വേറൊരു ഞാനിനെ അറിയാനായിട്ട് രാമചന്ദ്രൻ, കൃഷ്ണൻകുട്ടി എന്നൊക്കെ പറയണം, അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയുമ്പോ അവനവനെ കുറിച്ച് പറയുമ്പോ ഇരുളിൽ ഇരിപ്പവനാര് ചൊൽക നീയെന്നുരവൻ ഉരപ്പത് കേട്ടു താനുമേവം നീയുമാരെന്ന് ചോദിക്കുമ്പോ അതിന് പ്രതിവാക്യമേകമാകും. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ഇരുളിലിരുപ്പവനാരോ, ഒരു ഇരുട്ടിൽ രണ്ടുപേരിയ്ക്കുമ്പോ നീ ആരാ? നീ ഞാൻ തന്നെ, ഞാൻ തന്നെ. എത്ര സുവ്യക്തം, സുസ്ഫുടം, സ്പഷ്ടം, അനിഷേധ്യം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും സ്വീകരിക്കില്ല എന്ന് പറയും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതെന്താണോ ആർക്കറിയുന്നു. ഞാനിപ്പോ കുട്ടികൾക്കൊരു പുസ്തകം കണ്ടു. ഈ നല്ലത് ചെയ്യാൻ പുറപ്പെട്ടിട്ട് നമ്മൾ ചെയ്യണ ഓരോ കുണ്ടാമണ്ടിത്തരം ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. അറിവുകൾ കൊടുക്കുകയാണ് ഒരു പുസ്തകം. എന്തോ ഒരു പുസ്തകം, എനിക്ക് പേര് പറയണം വിചാരിച്ചാൽ ഞാൻ മറന്നുപോയി. കുട്ടികൾക്കുള്ള പുസ്തക. അതില് മതങ്ങൾ എന്ന് പറഞ്ഞ ഹിന്ദുമതം ബഹുദേവത ആരാധന ഉള്ളതാണ് ഹിന്ദുമതം. ഇതിൽ അനേക ദൈവങ്ങളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദൈവമാണ് ബ്രഹ്മം. എന്തൊരു വിഡ്ഢിത്താൻ നോക്കൂ അല്ലേ. ഇതൊക്കെയാണ് അറിവ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ വെളിക്കാൻ തേക്കുന്നത് പാണ്ടാവും എന്ന് പറയണത്. എന്തിനാ പുസ്തകം? ഈ പുസ്തകവും ഇതൊന്നും ആവശ്യമില്ല. നേരെ ചൊവ്വ പഠിക്കണം, ഇല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ചിലര് കുറച്ച് കേൾക്കുമ്പോഴേക്കും അവരാദ്യം പുറപ്പെടണ ഒരു പുസ്തകം എഴുതാൻ പുറപ്പെടും. അതിൽ ഈ രീതിയിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നു പോകും. നമ്മൾക്ക് നമ്മളുടെ ഇരുപ്പ് സ്വയം അപരോക്ഷമാണ്, നിത്യസിദ്ധമാണ്. അതായത് നമുക്കൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണത നമ്മളുടെ ഉള്ളില് സ്വയം തന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളുടെ അടുത്തൊക്കെ മഹാത്മാക്കൾ പറയും നാമജപം ചെയ്യുന്നു. പക്ഷെ ഹൃദയത്തിൽ അന്തര്യാമിയായി ഭഗവാൻ സ്വയം സദാ തന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഹമസ്മി 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കും. ഞാനുണ്ട്. വെറുതെ ഇരുന്ന് അത് കേട്ടുകൊണ്ടേയിരുന്നാ മതി. നാമം കേട്ടാർ. അപ്പർ സ്വാമികൾ ഒരു തേവാരത്തിൽ പറഞ്ഞു, മുന്നം അവനുடைய നാമം കേട്ടാൾ തൻ നാമം കെട്ടാൾ. ഭഗവാന്റെ ജീവിതമാണ്, ലൈഫാണ്. മുന്നം അവനുடைய നാമം കേട്ടാൾ തൻ നാമം കെട്ടാൾ. ഉള്ളില്
ഭഗവാന്റെ നാമം കേട്ടു അത്ര തന്റെ നാമം പോയി എന്നാണ്. ഹി ഹാസ് നോ ഐഡന്റിറ്റി. ഹിസ് ഓൺ നെയിം ഈസ് നോട്ട് ദെയർ. നാമദേവൻ പറഞ്ഞു ഒരു പാട്ടില്, ഹേ പാണ്ഡുരംഗ, ഇത്ര കാലം ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ എന്നിരിക്കുന്നത് ഞാനാണെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഗുരു അനുഗ്രഹം കൊണ്ട് ഞാൻ അത് നീയാണെന്ന് മനസ്സിലാക്കണത്. എന്റെ ഉള്ളിലുള്ള ഞാൻ ഇത്ര കാലം ഞാനാണെന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് അത് നീയാണ് എന്ന് ഞാൻ അറിഞ്ഞത്. യസ്യൈവ സ്ഫുരണം, യാതൊരു സർവേശ്വരൻ പരമാത്മാ ഭഗവാൻ സദാ ആത്മസ്വരൂപമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കണമോ. ഇതാണ് പ്രണത വേദാന്തം. ശരിക്കും കേട്ടാൽ സാധനയൊക്കെ നിന്നുപോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധന ചെയ്യാൻ സമയമില്ല. ഭഗവാൻ സാധന ചെയ്തുകൊണ്ടേയിരിക്കുക ഉള്ളില്. യു ഹാവ് ടു ജസ്റ്റ് സീസ് ടു എക്സിസ്റ്റ്. ദാറ്റ്സ് ഓൾ. ഭഗവാൻ അവിടെ ജപം ചെയ്തുകൊണ്ടേയിരിക്കണു, ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കണു. ഭഗവാൻ അതാണ് ദേവരാജ മുതലിയാരുടെ അടുത്ത് മണ ഭഗവാൻ പറഞ്ഞത്, മുക്തി അടയണമാണ് അരുൾ വേണമേ ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, അരുൾതാ இருக்குപോയി, നീ കുറുക്കെ വരാമരുന്ന പറഞ്ഞു. നടുവ് കയറാതിരുന്നാ മതിയെന്ന്. അതെല്ലാം ചെയ്യുന്നുണ്ട് ഭഗവാന്റെ. ഞാൻ ആരാ വിചാരം എന്താണ്? ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തു നോക്കൂ, ഈ ഞാൻ ഇല്ലാതായിട്ട് തീരും. അത്രയേ ഉള്ളൂ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. അത് തോന്നാതായാൽ പിന്നെന്തുണ്ട്? അവിടെ താനായി മറ്റൊന്ന് തോന്നും. സ്വയം താനായി മറ്റൊന്ന് ഹൃദയത്തില് സദൈവ യസൈവ സ്ഫുരണം സദാത്മകം. ഉള്ളിലെ ആത്മസ്വരൂപമായ ഒരു വസ്തു സ്വയം സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സദ്രൂപമായ പരമേശ്വരന്റെ പ്രകാശത്തിൽ നിന്ന് തന്നെയാണ് അസദ്രൂപങ്ങളായ പ്രപഞ്ച വസ്തുക്കൾക്ക് പ്രകാശം ലഭിക്കുന്നത്. അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. വാസ്തവത്തിൽ ഇല്ലാത്തതൊക്കെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം പ്രകാശിക്കുന്നത് തമേവ ഭാന്തം അനുഭാതി സർവം. അവന്റെ പ്രകാശം കൊണ്ടാണ്. ഇങ്ങനെ സദാ പ്രകാശിച്ചുകൊണ്ടിരുന്നിട്ടും ഇതിനെ അറിയാതെ വിഷമിക്കുന്ന ജീവന്റെ അടുത്തേക്ക് ഈ സദ്ഗുരു വന്നിട്ട് എന്തു പറയണു? ഈ ശരീരം നീയല്ല, മനസ്സ് നീയല്ല, ബുദ്ധി നീ. ഭഗവാൻ പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഭഗവാന്റെ സമ്പ്രദായം സനത്കുമാര വിദ്യ. എന്താന്ന് വെച്ചാൽ നേരിട്ട് ഉള്ളതിനെ നീ അല്ല, നിഷേധാത്മകമേ ഇല്ല. അവിടെ എന്തുണ്ട് നോക്കൂ എന്നാണ്. ഭഗവാൻ അധികമായിട്ടും ഇതല്ല അതല്ല എന്നുള്ള കാര്യം ഉപയോഗിച്ചില്ല. അതിനെ ഭഗവാൻ സമ്മതിച്ചുവെങ്കിലും അതിനൊന്നും കാര്യമായി പ്രാമുഖ്യം കൊടുത്തിട്ടില്ല. കാരണം അതിനേക്കാളുമൊക്കെ സ്പഷ്ടമായിട്ട് ഞാൻ ഉണ്ടെന്ന് അറിയണു. നിഷേധിക്കുമ്പോഴേ മറ്റേതൊക്കെ അറിയുള്ളൂ, അല്ലേ? ഇപ്പോ ശരീരം ഞാനല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ലിവർ ഞാനല്ല, കിഡ്നി ഞാനല്ല, ഹാർട്ട് ഞാനല്ല, പിന്നെ കുറെ അറിയാത്ത സാധനങ്ങളുണ്ട്, അതൊന്നും ഞാനല്ല ഒക്കെ പറയണം. അപ്പോ ഇതൊന്നും പ്രത്യക്ഷമേ അല്ല. ശരീരം പ്രത്യക്ഷമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിഷേധിക്കാൻ പോണത്. ശരീരം എവിടെ പ്രത്യക്ഷം? ഈ നട്ടലിന്റെ പിന്നാൽ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരിഞ്ഞ് കണ്ടു നോക്കൂ. ഉള്ളിലുള്ള സാധനം പോട്ടെ, പുറത്ത് മുതുകൊന്ന് കണ്ടു നോക്കൂ. കണ്ണാടിയിൽ പോയാൽ പോലും പറ്റില്ല. ആരുടെങ്കിലും വന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു നോക്കണം, എന്റെ മുതുക്, അല്ലേ? അതുപോലെ നമുക്ക് പ്രത്യക്ഷമല്ല. പിന്നെ എന്ത് ശരീരപ്രത്യക്ഷം? ഈ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഒരു ഹമ്പക്കാണ്. അതാണ് ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അരുണാചലേശ്വരൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് വന്നാൽ എന്ത് ചോദിക്കും? ഭഗവാൻ പറഞ്ഞു, இந்த பிரத்யக்ஷமா ஒரு வேலையெல்லாம் என்கிட்ட வச்சுக்காதே சொல்லுங்க. பிரத்யக்ஷமா வந்து அப்புறம் மறைஞ்சு போயிடும். ഈ പുറത്ത് വരിക പോവുക ഒന്നും നമുക്ക് മുക്തിക്ക് കാരണമാവില്ല. അത് ഒന്നിനേക്കാളും ഒന്ന് താരതമ്യമായ വ്യത്യാസമുണ്ട്, ഗ്രഡേഷൻ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കണു. ഈ റിലേറ്റീവ് പ്ലെയിനില്
പാരമാർത്ഥികമായിട്ട് നിത്യസിദ്ധമായ ആത്മസ്വരൂപത്തിനെ അറിയുമ്പോഴേ വിമുക്തമാവുള്ളൂ. അതറിയപ്പെടുന്നതോ ആ ഗുരു തത്വമസീതി വേദവചസാ ബോധയതി. തന്നെ ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന് ഗുരുവിന്റെ ഇരുപ്പ് തന്നെ എന്താണെന്ന് വെച്ചാൽ നീ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ്, തത് ത്വമസി. ആ ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ഇരിക്കുമ്പോ തന്നെ ഒരു തെമ്പ് വരുന്നു, ഒരു വീര്യം വരണു. ആ വീര്യം എവിടുന്ന് വരണു എന്ന് വെച്ചാൽ ഗുരു സ്വയം താൻ ആത്മാവാണെന്നുള്ള അനുഭവത്തിലിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ദ ഓൺലി ഹെൽപ്പ് ദാറ്റ് യു ക്യാൻ റെൻഡർ ടു അതേഴ്സ് ഈസ് ടു അബൈഡ് ഇൻ ദ സെൽഫ്. ദ ഫോഴ്സ് ദാറ്റ് യു എംപ്ലോയ് ദെയർ വിൽ വർക്ക് അപ്പോൺ അതേഴ്സ്. സ്വയം നീ ഹൃദയത്തിൽ നിഷ്ഠമായിട്ട് ഇരിക്കാനുള്ള തപശക്തി ഉണ്ടല്ലോ, അത് സ്വയം മറ്റുള്ളവരുടെ മേലെ പ്രവർത്തിച്ചോളും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഗുരുവിന്റെ ആ ഇരുപ്പ് തന്നെ വലിയ ഉപദേശമാണ്. ഗുരുവിന്റെ ആത്മനിഷ്ഠ തന്നെ വലിയ ഉപദേശമാണ്. എന്താ ഉപദേശിക്കുന്നത്? ഞാൻ എന്താണോ അതാണ് നീയും. തത്വമസീതി വേദവചസാ ബോധയതി. പറഞ്ഞു തന്നെ അറിയിക്കണമെന്നില്ല. കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും സ്വഭാവസിദ്ധേ ഉപലഭ്യനിഷ്ഠാം. ഗുരു എങ്ങനെയിരിക്കണു? സ്വഭാവസിദ്ധമായ സത്യത്തിൽ നിഷ്ഠയെ പ്രാപിച്ചിട്ട് സഹജമായിട്ട് അതിലിരിക്കണം. അപ്പോ രാത്രിയാണ് എന്ന് പറയുന്ന പോലെ അത്ര സ്വാഭാവികമാണ് ഗുരുവിന് ഇതൊക്കെ ആത്മാവാണെന്നും നീ ആത്മാവാണെന്നും നീ ബ്രഹ്മമാണെന്നും ഉള്ളത്. അപ്പൊ ഈ ഗുരു എന്ത് ഉപദേശിക്കണു? മറന്നു പോകുമ്പോഴൊക്കെ ആ സന്നിധി നമുക്ക് ഓർമ്മപ്പെടുത്തണു, നമ്മളിതൊന്നും അല്ല. ഈ സംസാരം എന്ന് പറയണത് അവസാനിച്ച് കിട്ടാനൊന്നും പോണില്ല. ഇവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. അത് ഇതൊക്കെ തീർത്തിട്ട് അലക്ക് കഴിഞ്ഞ് കാശിക്ക് പോണ പോലെയാവും. വണ്ണാൻ അലക്ക് കഴിഞ്ഞ് കാശിക്ക് പോക്ക് നടക്കില്ല. വണ്ണാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ അലക്കിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സിന്. ഇത് അലക്ക് കഴിഞ്ഞ് എന്ന് കാശിക്ക് പോകും? മനസ്സിനെ ശുദ്ധമാക്കി, ശരീരത്തിനെ ശുദ്ധമാക്കി, ലോകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് എന്ന് കഴിയും? കീറാൻ മുട്ടി അതേപോലെ ഇരിക്കട്ടെ. സ്വയം അവേഹി ദൃശിമാത്രമഹമസ്മീതി സാക്ഷാത് തത്വമസീതി വേദവചസായോ ബോധയത്. ഭഗവാൻ രമണ ഭഗവാൻ 24 മണിക്കൂറും തന്റെ മുമ്പിൽ വരുന്നവർക്ക് ഇതന്നെയാ പറഞ്ഞു. നിങ്ങളുടെ ടോക്സ് വിത്ത് രമണ മഹർഷി എടുത്തു നോക്കൂ. ഞാനാരെ വിചാരം പോലും ഇല്ല. ആരെങ്കിലും ഒന്ന് ചോദ്യം ചോദിക്കും, ഭഗവാൻ എന്താ അറിയാനുള്ളത്? നീ അതാണല്ലോ. അതിലൊന്നും വലിയ ഫോഴ്സ് ഒന്നും പോലും ഉണ്ടാവില്ല. വളരെ സഹജമായിട്ട്, വലിയ ഫോഴ്സ്ഫുള്ളായിട്ട് ഭഗവാൻ ബലമായിട്ട് അങ്ങനെ പറയുകയോ പ്രസംഗിക്കുകയോ ഒന്നുമില്ല. ഇതല്ലേ ഉള്ളൂ. സാധന എന്താ ഉള്ളത്? സാധിക്കാൻ എന്താ ഉള്ളത്? എന്താ ആയിത്തീരാനുള്ളത്? സ്വയം താൻ സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഇവരാരെങ്കിലുമൊക്കെ പോയി വളരെ വിഷമായിട്ട് ചോദിക്കും, ഭഗവാനെ സാധനയൊന്നും ഫലിക്കണില്ല, മനസ്സ് നിൽക്കണില്ല, മനസ്സ് ചഞ്ചലമായിട്ടിരിക്കണു, മനസ്സുക്ക് എന്നാ மீசையை தாடி எல்லாம் இருக்கோ, மனசு எங்க இருக்கு போய்? தன்னை உணர்ந்தா மனசுன்னு ஒண்ணும் கிடையாது, தானாய் இருந்துட்டே. അത് വലിയ മഹാവിദ്വാൻമാർക്ക് മാത്രമല്ല, കൂടെ നിൽക്കുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. എഴുതാൻ വായിക്കാൻ പോലും കാര്യമായിട്ട് അറിയാത്ത ഒരു അറ്റൻഡന്റ്. അദ്ദേഹത്തിനടുത്ത് അവസാന കാലം പറഞ്ഞു, എനിക്കൊന്നും അറിയണില്ല ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇവർക്കൊക്കെ പഠിച്ചവര്. എത്തുവം തെரிய വേണ്ട, அறிவையும் விடு, அறியாமையும் விடு. நீ எதுவா இருக்கியோ அதுவா இரு, சும்மா இரு. தானாயிருத்தலே தன்னை அறிதலாம், தான் இரண்டு அற்றதால் உந்தி பெற, தன்மய நிஷ்டையை துந்தி பெற. தான் அப்படின்னு இருக்கு இல்லையா, அதுதான் பூர்ணம். ഇതിൽ കുഴപ്പമെന്താന്ന് വെച്ചാൽ, വാളുടെ തലയുടെ മേലെ നടക്കണ പോലെയാണെന്ന് പറയും. എന്താ വാളുടെ തല എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ
അതിനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ആരെയും പറഞ്ഞാൽ പോയി. ചെറിയ സിമ്പിളാണ് ധരിച്ചാൽ സിമ്പിളാണ്. ബുദ്ധിമുട്ടാണ് ചിന്തിച്ചാൽ ആ ചിന്തയും നമ്മൾ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ആ ചിന്ത മാറാണോ വരെ കുറെ കാലം പിന്നെയും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം സിമ്പിളാണെന്ന് ധരിച്ചിട്ട് പിന്നെ വരും. Nothing is so direct than the self. പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഇതില് യാതൊരു സംശയമില്ല. പക്ഷെ വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിഷമം ആർക്കറിയാത്ത? സംസാരം വിഷമാണ്, ദുഃഖമാണ്. ഒരാൾ വന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അയാൾ നിർത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി ഇനിയിപ്പോ ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തോന്നും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ എൻ്റെ അടുത്ത് പറയണത്? എനിക്ക് പ്രശ്നമില്ലാന്നോ? എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, കുറേ വിഷമങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛ. ഇന്ദ്രജാല പ്രകടനം. ഭാഗവതത്തിലെ ആ രാജാവ് കുട്ടി മരിച്ചിട്ട് കരയാണ്. അപ്പോഴാണ് അംഗിരസ മഹർഷി വന്നിട്ട് പറയണത്, ഹേ രാജൻ, ഇത് മുഴുവൻ ഗന്ധർവ നഗരം പോലെയാണ്. രായ കളത്രം പശവോ ഗൃഹാദയ. എന്തൊക്കെ ഇവിടെ കാണുന്നു ഇതൊക്കെ തന്നെ ഗന്ധർവ നഗരം പോലെ ഉണ്ടാവണു, നിൽക്കണു, മറഞ്ഞു പോകണു. അദ്വയമായ ആത്മാവിൽ ഇത് മുഴുവൻ ഇന്ദ്രജാലം പോലെയാണ്. സത്യം അറിഞ്ഞ് അതിൽ നിഷ്ഠമായിട്ടിരിക്കുന്നു. പിന്നെയും 2 ജന്മം എടുത്തു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ആ ഉപദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഫലിച്ചില്ല. പിന്നെ ആഗ്രഹങ്ങൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെയും ഒരു ജന്മത്തിൽ വിദ്യാധരനായിട്ടിരുന്നു. പിന്നെ അവസാനം വൃത്രനായിട്ട് വന്നു. എന്താ രാജാവിന്റെ പേര്? ചിത്രകേതു. ചിത്രകേതു. അപ്പോ ഇതെല്ലാത്തിനും മരുന്ന് ഇത് മാത്രമാണ്. ആത്മാവേ സത്യമായിട്ടുള്ളൂ, പ്രപഞ്ചം സത്യമല്ല, ശരീരം സത്യമല്ല. സത്യമല്ല എന്ന് പറഞ്ഞാൽ നുള്ളിയ വേദനിക്കില്ലേ? സ്വപ്നത്തിൽ നുള്ളിയ വേദനിക്കില്ലേ? ആചാര്യസ്വാമി ഭാഷ്യത്തിൽ ഒരു ഗംഭീര യുക്തി പറയുന്നുണ്ട്. ഈ ശരീരത്തിന് എന്തെങ്കിലും വന്നാലല്ലേ നമുക്ക് വേദന വരണുള്ളൂ, മറ്റുള്ളവർക്ക് വന്നാൽ വരണില്ലല്ലോ എന്നാണ് ചോദ്യം. അതിന് ആചാര്യസ്വാമി പറഞ്ഞു, അങ്ങനെ പറയരുത്. ചിലപ്പോ ഈ ശരീരത്തിന് വന്നാൽ വേദനിക്കുന്നതിനേക്കാളും അവനവന്റെ കുട്ടികൾക്കോ ഭാര്യയ്ക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടപ്പെട്ടവർക്കോ വന്നാൽ ഡീപ്പർ വേദന ഉണ്ടാവും. പക്ഷെ അതിന് അവര് നിങ്ങളുടെ ശരീരമാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് വേദന ഉണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് റീസൺ ടു സേ ദാറ്റ് ഇറ്റ് ഈസ് യുവർ സെൽഫ്. വേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അഭിമാനം കൊണ്ടാണ് വേദന ഉണ്ടാവുന്നത്. ആ വേദന ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് അത് ആത്മാവെന്നർത്ഥമല്ല. ആ വേദനയ്ക്ക് പരിഹാരം ഇവിടെ തന്നെയാണ്. അത് ആദ്യം തന്നെ സഹിച്ചോളാം. പക്ഷെ ഈ സത്യം അറിഞ്ഞാൽ, സാക്ഷാത്തായിട്ട് അറിഞ്ഞാൽ പരമപ്രയോജനം ഉണ്ടാവും. എന്താ പ്രയോജനം? ശാന്തി, ആനന്ദം, ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ്. യസീവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവജസാം യോ ബോധയതി ആശ്രിതാൻ. ഇവിടെ ഈ ആശ്രിത എന്നുള്ള വാക്ക് വെച്ചത് അതിനാണ്. എന്നുവെച്ചാൽ ആ സത്യത്തിനെ പരിപൂർണമായിട്ട് ശരണാഗതി ചെയ്താലേ ആ സത്യം അനുഗ്രഹിക്കുകയുള്ളൂ. അരയും കുറേ ആയിട്ട് സത്യത്തിനെ സ്വീകരിച്ചാൽ സത്യമൊന്നും പ്രയോജനപ്പെടില്ല. അതാണ് ആ ഗുരുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോ സത്സംഗത്തിന്റെ പരമപ്രയോജനം എന്താ? പതുക്കെ 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 അജ്ഞാനം ശകലമായിട്ട് പോയിട്ട് നല്ലവണ്ണം ദൃഢമായിട്ട് വരണം. എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും വരില്ല. പെട്ടെന്ന് വരും. ഒരിക്കൽ വന്നാൽ അറിവും പൂർണ്ണമാണ്. പക്ഷെ എന്നാലും പഴയ പഴക്കങ്ങളുണ്ടല്ലോ, ഹാബിറ്റ്, പഴയ ചിത്തവൃത്തികൾ, പഴയ ഓർമ്മകള്, മുമ്പ് കരുതിയിരുന്ന സ്വഭാവത്തിലുള്ള അംശങ്ങൾ,
ഇത് തീർന്നു പോകാനുള്ള സമയമുണ്ട്. അതാണ് ശ്രുതി തസ്യ താവദേവ ചിരം. അത്രയും കാലപ്പഴക്കുണ്ടാവും. അറിഞ്ഞു ഒക്കെ മനസ്സിലായി, എന്നാൽ പിന്നെയും 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 തന്നെ. പക്ഷെ എന്താ, കാലം പോകും തോറും ഇത് പതുക്കെ പതുക്കെ ക്ഷയിച്ച് അറിവിന് വീര്യം ഉണ്ടായിക്കൊണ്ടേ വരും. അവസാനം ശരീരം ശിഥിലമായാൽ അറിവ് ഉജ്ജ്വലമായിട്ട് ജ്വലിക്കും. ശരീരം ശിഥിലമായാലും അറിവ് പ്രബലമായിട്ട് ജ്വലിക്കുകയും സമാധി പരിഭാഗം ഉണ്ടാക്കി തരികയും ചെയ്യും. അതാണ് ഭീഷ്മരിലൊക്കെ കാണുന്നത്. ശരീരമൊക്കെ വയ്യാതെ ശരശയ്യയിൽ കിടക്കുമ്പോഴും ഹൃദയം പ്രശാന്തമാണ്. ശരീരത്തിന്റെ പ്രാരബ്ധം എങ്ങനെ അവസാനിക്കുന്നു ആർക്കും അറിയില്ല. അതെങ്ങനെ അവസാനിച്ചാലും ശരി, അതിനും തന്റെ സത്യനിഷ്ഠയ്ക്കും ആത്മനിഷ്ഠയ്ക്കും ഒരു തടസ്സമില്ല. അങ്ങനെ അതാണ് സാക്ഷാത്കരണാത് എന്ന് പറഞ്ഞത്. അതിനെ സാക്ഷാത്കരിച്ചാൽ ന പുനരാവൃത്തിർഭവാംഭോനിതൗ, വീണ്ടും ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയലില്ല. എന്നുവെച്ചാൽ അജ്ഞാനമില്ല എന്നർത്ഥം. അയാൾക്ക് സംസാരത്തിൽ പുനർജന്മം ഉണ്ട് എന്നുള്ള ഭ്രമം ഉള്ളുന്നു പോയി. അഖണ്ഡത്തിൽ ജനനമരണാദികളൊന്നും സാധ്യമല്ല, ഒന്നും ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയില് നിഷ്ഠനായിട്ട് തീർന്നു. ഇങ്ങനെ ഒരു ജ്ഞാനം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈശ്വര കൃപ കൊണ്ട് സാധിക്കും. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയെ. ആ ദക്ഷിണാമൂർത്തി, ആ പരമേശ്വരൻ, ആ ശിവൻ അനുഗ്രഹിച്ചാൽ, ശിവൻ എങ്ങനെ അനുഗ്രഹിക്കും? ഈ ആത്മജ്ഞാനത്തിനെ കൊടുത്ത് അനുഗ്രഹിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അംബരീഷ ചരിത്രം പറയുമ്പോൾ ഭാഗവതത്തിലെ അംബരീഷന്റെ അച്ഛൻ, എന്താ അദ്ദേഹത്തിന്റെ പേര്? നാഭാഗൻ. യാഗത്തിന് പോയിട്ട് കുറെ ദാനം കിട്ടി. ആ സാധനമൊക്കെ എടുക്കാൻ പോയതാണ്. അപ്പൊ കയ്യിൽ ദണ്ഡമൊക്കെ ആയിട്ട് ഒരാൾ വന്നു. എന്നിട്ട് നാഭാഗൻ വലിയ യോഗി, കവിയായിരുന്നു, മന്ത്രദ്രഷ്ടാവായ ഋഷിയാണ്. കുറെ കാലം തപസ്സുമൊക്കെ ആയിട്ട് പാഠശാലയിൽ തന്നെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോ അച്ഛനും ഋഷിയാണ്, മന്ത്രവേത്താവാണ്. അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞു, ഈ വീടും കാര്യമൊക്കെ ഭാഗം വെച്ച് സഹോദരന്മാരൊക്കെ എടുത്തു, അവരോട് പോയി ചോദിക്കൂ. അവര് പറഞ്ഞു, നീ ഗുരുകുലത്തിൽ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ അച്ഛനെ ശുശ്രൂഷിക്കാൻ ഒരാൾ വേണം, അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം. അയാൾ ചെന്ന് അച്ഛനെ, മന്ത്രദ്രഷ്ടാവായ അച്ഛനെ ചെന്ന് നമസ്കരിച്ചു. അച്ഛൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു യാഗം നടക്കുന്നുണ്ട്, അങ്കിരസ സത്രം നടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ബൃഹസ്പതി സഭമോ അങ്കിരസ സത്രം, അവിടെ ചെന്നിട്ട് അവർക്കൊരു മന്ത്രം അറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവിടെ ചെന്ന് ഉപദേശിക്കാന്ന്. അപ്പൊ അവിടെ ചെന്ന് അവർക്ക് സഹായിച്ചു ഉപദേശിച്ചപ്പോ അവര് ഈ ഋഷിയായ നാഭാഗന് ഈ യാഗശാലയും അതിലുള്ള സ്വത്തും എന്തൊക്കെ ബാക്കിയുണ്ടോ ഒക്കെ അങ്ങോട്ട് കൊടുത്തു, ദാനമായിട്ട് കൊടുത്തു. തനിക്ക് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് എടുക്കാൻ പോയപ്പോഴാണ് ദണ്ഡഹസ്തനായിട്ട് ഒരാൾ അവിടെ വന്നു. ഇതൊക്കെ എന്റെ ആണ്, എടുക്കരുതെന്നത്. വളരെ സാത്വികനായ നാഭാഗൻ പറഞ്ഞു, ഇതിപ്പോ എനിക്ക് ദാനം തന്നുവല്ലോ അവര്, യാഗശിഷ്ടമായിട്ടുള്ളതൊക്കെ എനിക്കുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരൂ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നഭകൻ പറഞ്ഞു, സാക്ഷാത് രുദ്രനാണ് വന്നിരിക്കുന്നത്, യാഗശിഷ്ടമൊക്കെ രുദ്രന്റെയാണ്, അതുകൊണ്ട് ചെന്ന് നമസ്കരിക്കാം. അവിടെ ചെന്ന് ക്ഷന്തവ്യോമേ അപരാധ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ നമസ്കാരം. ഭഗവാൻ ശിരസിൽ കൈവച്ച് ആശീർവദിച്ച് സ്വത്തൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു സന്ദർഭം നോക്കി ഞാൻ വന്നതാണ്. ദദാമിതേ മന്ത്രദൃശേ ജ്ഞാനം ബ്രഹ്മ സനാതനം. നീ മന്ത്രദ്രഷ്ടാവാണ്, നിനക്ക് ബ്രഹ്മജ്ഞാനത്തിനെ ഞാനിതാ ആശീർവദിച്ചു തരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ജ്ഞാനം ഉണ്ടാവണത്. നമ്മളുടെ
പുണ്യപരിപാകം എവിടെ സാധിക്കുന്നു പറയാൻ വയ്യ. പ്രാക് പുണ്യാചല മാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ. ശിവാനന്ദ ലഹരിയിൽ ഭഗവത്പാദർ പറഞ്ഞു, എത്രയോ ജന്മങ്ങളിലെ പുണ്യപരിപാകം വരുമ്പോ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ഗുരു രൂപത്തിൽ മുമ്പിൽ വന്ന് ഉപദേശിച്ച് ഫലിക്കും. അത് ചിലപ്പോ എവിടെയായിരിക്കും, ഒരു ട്രെയിനിൽ പോകുമ്പോഴായിരിക്കും, ബസ്സിൽ പോകുമ്പോഴായിരിക്കും, വഴിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടായിരിക്കും, ഏതോ ഒരു രൂപത്തിൽ ആവിർഭവിച്ചു, മുമ്പിൽ ആവിർഭവിച്ച് അനുഗ്രഹിച്ചു. ആ ജ്ഞാനം സമ്പുഷ്ടമായി ആ ഋഷി താമസിച്ചു. ആ ഋഷിയുടെ പരമ്പരയിലാണ് അംബരീഷൻ വരുന്നത്. അംബരീഷന്റെ കഥയെ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ, അച്ഛനെ ആരും നോക്കണില്ല. അംബരീഷന്റെ കഥ എല്ലാവർക്കും അറിയാം. ഈ അംബരീഷന്റെ പിതാവായ നാഭാഗൻ സാക്ഷാത് ശ്രീപരമേശ്വരൻ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു, ദക്ഷിണാമൂർത്തി ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം ഉപദേശിച്ചാൽ എന്താവും? യത് സാക്ഷാത് കുരുതേ യത് സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തി. ഈ ജ്ഞാനത്തിന്റെ പ്രഭാവവും പരമ്പരയിലുണ്ടാവും. ഒരു ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ആ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ സ്വഭാവമൊക്കെ അടുത്ത പരമ്പരയിലുണ്ടാവും, കുട്ടികളിലൊക്കെ ഉണ്ടാവും. തപസ്സുണ്ടെങ്കിൽ തപസ്സുണ്ടാവും പരമ്പരയിൽ. മനോനിഗ്രഹം അച്ഛൻ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ മകന്റെ ഉള്ളിൽ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ജ്ഞാനം മാത്രം നേടിയെടുക്കണം, പക്ഷെ അതും കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ വരും. അതുകൊണ്ടാണ് ശ്രുതി പറയണത് നാബ്രഹ്മവിത് കുലേ ഭവതി. ഒരു ബ്രഹ്മവിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുലത്തിലോ അതിന് ബീജം കിടന്നുകൊണ്ടേയിരിക്കും എന്നാണ്, പരമ്പരയായിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഗോത്രം പ്രവരം ഒക്കെ പറയണത്. പഴയ ഋഷികൾ, എത്രയോ ആയിരം വർഷം മുമ്പുള്ള ഋഷികളാണ്. അവരുടെ ഒക്കെ ജീന ഉള്ളിൽ കിടക്കേണ്ടതെന്ന് നിന്ന മഹർഷികളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഗ്രഹം തന്ന ദക്ഷിണാമൂർത്തി ഈ സംസാര താപത്തിൽ നിന്നും നമ്മളെ കരകയറ്റി തത്വമസി എന്ന് ബോധിപ്പിച്ച് ആത്മാനുഭവം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യസീവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസായോ ബോധയതി ആശ്രിതാനേയ സാക്ഷാത്കരണാത് ഭവേത് ന പുനരാവൃത്തിർഭവാംബോനിധൗ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അസത്കൽപ്പേഷു ഭാവേഷു ജഡേഷു ക്ഷണനാശിഷു അസ്തിത്വം ച പ്രകാശത്വം നിത്യാത് സംക്രാമതീശ്വരാത്. അസത്കൽപ്പമായിട്ടുള്ള പ്രപഞ്ച വിഷയങ്ങളിലൊക്കെ മനസ്സ് ബുദ്ധിയൊക്കെ ഒപ്പം ഉള്ളതായിട്ട് എങ്ങനെ തോന്നണമെന്ന് വെച്ചാൽ അതിന് പുറകിലുള്ള ഈശ്വര സാന്നിധ്യം കൊണ്ട് ആത്മസത്തൈവ സത്തേഷാം ഭാവാനാം ന തതോധികാം തഥൈവ സ്ഫുരണം തേഷാം നാത്മസ്ഫുരണതോധികം. ഇതൊക്കെ ഉണ്ടല്ലോ, കണ്ണടച്ചിരുന്ന ഉള്ളിൽ അനേകം വിചാരങ്ങൾ, ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ ഇവിടെ പറയണത് ആചാര്യസ്വാമി, ഈ ഇമോഷൻസിനൊക്കെ സത്ത എവിടുന്ന് വരണു? ആത്മാവിന്റെ ആണ്. ആ ഇമോഷൻസ് ഒക്കെ എന്താണ്? ദേ ആർ നത്തിങ് ബട്ട് ദ സെൽഫ് മാനിഫെസ്റ്റിംഗ്. മനസ്സായിട്ട് തോന്നുന്ന ആത്മാ തന്നെ, അല്ലാതെ പിന്നെ എന്തെങ്കിലും വരാൻ പറ്റുമോ? മനസ്സെന്ന് പറഞ്ഞ ആത്മാവിൽ നിന്ന് പൃഥക്കായിട്ട് അന്യമായിട്ടൊരു വസ്തു വരുമോ? മനസ്സെന്താ? ആത്മാവ് തന്നെ. മനസ്സിനെ ആത്മാവെന്ന് അറിയുമ്പോൾ മനസ്സ് മനസ്സല്ലാതായിട്ട് തീരും. അതാണ് അതിന് പ്രയോജനം. സ്വർണം, വള, മാല, മോതിരം, കിരീടമൊക്കെ ആയിട്ട് തീരണു. ഇത് സ്വർണമാണെന്ന് അറിയുമ്പോൾ വളയോ മാലയോ മോതിരമോ ഒന്നും നമുക്ക് മുഖ്യമല്ലാത്ത പോലെ ഇതിന് പുറകിലുള്ള അധിഷ്ഠാനം അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ തന്നെ കോൺഷ്യസ്നസ്, ചൈതന്യം തന്നെയാണ്, ആത്മാവ് തന്നെയാണ്, ചിത്ത് തന്നെയാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ, ചിത്തിന്റെ അഭിവ്യക്തിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ മാനിഫെസ്റ്റേഷനിലുള്ള പ്രാധാന്യം പോയി പോകും. അതിനു പുറകിലുള്ള ഏകത്വം അറിഞ്ഞു കഴിയുമ്പോ പലത് കണ്ടാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, അത് ബാധിക്കില്ല എന്നർത്ഥം. ആ ഏകതത്വസ്ഫൂർത്തിയാണ് ജ്ഞാനാനി ബഹുരൂപാണി തേഷാം ച വിഷയാ അപി അഹങ്കാരേ അനുഷജ്യന്തെ സൂത്രേ മണിഗണായിവ. ഇതൊക്കെ ഇനിയിപ്പോ ഈ വിഷയത്തിലേക്കാണ് വരുന്നത്. പല വിഷയങ്ങൾ, ഇമോഷൻസ്, അറിവുകളൊക്കെ വരുന്നു. എല്ലാത്തിനു പുറകിലും ഈ അഹങ്കാരം നൂല് പോലെ ഉണ്ടെന്നാണ്.
ഒരു മാലയിൽ നൂല് പോലെ ഇതിന് പുറകില് ചിത്തിട്ട് അഹം അഹം എന്നുള്ളത് സൂത്രമാണ്, സൂത്രാത്മ. അതിലാണ് എല്ലാം നിൽക്കുന്നത്. പ്രകാശാഭിന്നമേതത് വിശ്വം സർവസ്യ ഭാസത്തെ ലഹരി ബുദ്ബുദാദീനാം സലിലാന്ന പൃഥക് സ്ഥിതി. കുമിളയോ പതയോ നൊരയോ ഒക്കെ ജലം തന്നെയല്ലേ. അതുപോലെ ഈ ജഗത്തിന് മുഴുവൻ ആധാരമായ സത്ത ഒന്ന് തന്നെ, അത് തന്നെയാണ് പല നാമവും രൂപവും ഒക്കെ ആയിട്ട് തോന്നുന്നത്. ഇതിന് പുറകില് ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിവുണ്ട്. ജാനാമീത്യവ യജ്ഞാനം ഭാവാൻ ആവശ്യവർത്തതേ ജ്ഞാതം മയേതി യത് പശ്ചാത് വിശ്രാമ്യതി അത്ര വിശ്രാമ്യതി അന്തരാത്മനി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ തുടർന്ന് നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല